ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ SIT അന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിച്ചു ഹൈക്കോടതി. 6 ആഴ്ച കൂടിയാണ് സമയം അനുവദിച്ചത്. കേസ് ഈ മാസം 19 വീണ്ടും പരിഗണിക്കും. SIT ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കും. വിവരങ്ങൾ രേഷ്മ ബാബു നൽകും. രേഷ്മ, ഏറ്റവും സുപ്രധാനമായൊരു ദിവസമാണെന്ന് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഏറെ നിർണായകമായ ചില വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ SIT അന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അമലെ, ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അന്വേഷണം മന്ദഗതിയിലാണെന്നുള്ള പരാമർശവും വിമർശനവും നേരത്തെ ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഈ സ്വമേധയാ എടുത്തിട്ടുള്ള ഹർജി ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് ഇന്ന് വന്നത്. അന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്നുള്ളതായിരുന്നു SIT സംഘം ഇന്ന് ഹൈക്കോടതിയെ നേരിട്ട് അറിയിച്ചിട്ടുള്ളത്. ADGP H. വെങ്കടേഷ്, SP ശശിധരൻ ഇവർ നേരിട്ട് ഹാജരായി ഈ അന്വേഷണ കാലാവധി നീട്ടുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയെ ബോധിപ്പിച്ചു. തുടർന്ന് 6 ആഴ്ച സമയം കൂടി നിലവിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് SITക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് അനുവദിച്ചിരിക്കുകയാണ്. ഈ വിഷയം ഹൈക്കോടതി ഈ മാസം 19 വീണ്ടും പരിഗണിക്കും. അന്ന് SIT ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് കൊടുക്കും. ആ അന്വേഷണ റിപ്പോർട്ട് പുരോഗതി അത് വിലയിരുത്തിക്കൊണ്ട്, അന്വേഷണ പുരോഗതി ഏത് വിധത്തിലാണെന്ന് വിലയിരുത്തിക്കൊണ്ട് കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ അന്ന് ഹൈക്കോടതി നൽകുകയും ചെയ്യും. പ്രധാനമായിട്ടും ഈ പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം ഈ അന്വേഷണം മന്ദഗതിയിലായിരുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു വിമർശനം. അത് മാത്രമല്ല, ഈ CPM നേതാവായിട്ടുള്ള പത്മകുമാറിലേക്ക് മാത്രം അന്വേഷണം ചുരുക്കിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് വിധേയമായി. അതിനിടയിലായിരുന്നു മുരാരി ബാബുവിന്റെയും വാസുവിന്റെയും ജാമ്യ ഹർജികൾ വന്ന സമയത്ത് ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ച് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ വൻ സ്രാവുകളിലേക്ക് കൂടി അന്വേഷണം എത്തണമെന്നും ചിലരെ മാത്രം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് SITയുടെ വിശ്വാസ്യതയെ തകർക്കുന്നതാണെന്നുള്ള തരത്തിലുള്ള ചില വിമർശനങ്ങൾ നടത്തിയത്. എന്തായാലും ഇന്ന് ഈ 6 ആഴ്ച സമയം കൂടി ചോദിച്ചൊരു ഘട്ടം എന്ന് പറയുന്നത് കൂടുതൽ തെളിവ് ശേഖരിക്കുക. കാരണം നിലവിൽ കടകംപള്ളി സുരേന്ദ്രൻ, N. പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് ലഭിച്ച തെളിവുകൾ അവരുടെ അതിന്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അനിവാര്യമാണ്. തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഒരു സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സാവകാശം വേണമെന്നുള്ള ഒരു നിലപാട് ഇന്ന് SIT സംഘം ഹൈക്കോടതിയിൽ സ്വീകരിച്ചു. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായത്. പക്ഷേ ഈ സമയം വേണമെന്നുള്ളൊരു ആവശ്യം പ്രത്യേകിച്ച് നേരത്തെ ഒരു 1.5 മാസം കൂടി, അതായത് 1.5 മാസം സമയം കഴിഞ്ഞ തവണ ഈ ഡിസംബർ 3-ാം തീയതി ഹൈക്കോടതി അനുവദിച്ചതാണ്. അന്നും SIT സംഘം പറഞ്ഞൊരു കാര്യം, വിശദമായിട്ട് ഈ അന്വേഷണം എല്ലാ തലങ്ങളിലേക്കും വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അതിനിടയിൽ 2 CAമാരെ കൂടി ഉൾപ്പെടുത്താനായിട്ടുള്ള അനുമതി ഹൈക്കോടതി ഇവരുടെ അപേക്ഷയിൽ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ സമഗ്രമായിട്ട് അന്വേഷണം വേണം. അതുമാത്രമല്ല, എല്ലാവരിലേക്കും അന്വേഷണം എത്തണമെന്നുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ അതും കൂടി വകയിരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ അന്വേഷണത്തിൽ മെല്ലെ പോക്കുണ്ടായിരുന്നുള്ള വിമർശനത്തെ അതിജീവിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കാലാവധി നീട്ടി SIT ചോദിച്ചത്. അതിപ്പോൾ ഹൈക്കോടതി അനുവദിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇടക്കാല അന്വേഷണ റിപ്പോർട്ട്, അതായത് ഈ വിജയകുമാറിനെ അടക്കം ചോദ്യം ചെയ്തിരുന്നു, അത് ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തിരുന്നു, അതിന്റെയൊക്കെ തന്നെ വിവരങ്ങളും വിശദാംശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഇടക്കാല അന്വേഷണ റിപ്പോർട്ടായിരിക്കും 19-ാം തീയതി നൽകുക. അമൽ, ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ SIT ആവശ്യപ്പെട്ടത് പ്രകാരം SIT അന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. 6 ആഴ്ച കൂടിയാണ് സമയം അനുവദിച്ചത്. കേസ് ഈ മാസം 19 വീണ്ടും പരിഗണിക്കും. SIT ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.